സിറിയയിലെ സ്ഥിതിഗതികൾ വളരെയധികം ആശങ്കയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് അറബ് ലീഗ്. അക്രമത്തെയും അനിയന്ത്രിതമായ കൊലപാതകങ്ങളെയും സിറിയയിലെ ആഭ്യന്തര സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബാഹ്യ ഇടപെടലുകളെയും അറബ് ലീഗ് അപലപിച്ചതായി സിൻഹുവ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സർക്കാർ സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ചുള്ള അക്രമ പ്രവർത്തനങ്ങളെയും അനിയന്ത്രിതമായ കൊലപാതകങ്ങളെയും പൊതുസമാധാനത്തിന് ഭീഷണിയാകുന്നതും നിലവിലെ ഘട്ടത്തിൽ സിറിയ നേരിടുന്ന വെല്ലുവിളികൾ വഷളാക്കുന്നതുമായ ബാഹ്യ ഇടപെടലുകളെയും ജനറൽ സെക്രട്ടേറിയറ്റ് അപലപിക്കുന്നു എന്ന് ജനറൽ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയുടെ തീരദേശ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളിലെ സംഭവ വികാസങ്ങളും അവിടെ നടന്ന ഏറ്റുമുട്ടലുകളും ഞങ്ങൾ വളരെ ആശങ്കയോടെയാണ് പിന്തുടരുന്നത്. സിറിയയെ അസ്ഥിരപ്പെടുത്താനും അതിൻ്റെ വീണ്ടെടുക്കലിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്ന ഏതൊരു പദ്ധതിയെയും പരാജയപ്പെടുത്തുന്നതിനായി സ്ഥിരത വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നയങ്ങളിലും നടപടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ സാഹചര്യങ്ങളിൽ അനിവാര്യമാണെന്ന് ജനറൽ സെക്രട്ടേറിയറ്റ് പറഞ്ഞു. ശനിയാഴ്ച ഇറാഖി വിദേശകാര്യ മന്ത്രാലയം സിറിയയിലെ സുരക്ഷാ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും എല്ലാ കക്ഷികളും പൗരന്മാരെ സംരക്ഷിക്കാനും സംയമനം പാലിക്കാനും ആഹ്വാനം ചെയ്തു. നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുന്നതിന് ഇറാഖ് ശക്തമായി അപലപിച്ചു. തുടർച്ചയായ അക്രമങ്ങൾ മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്നും അസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും ഇറാഖ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനു പകരം തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സംയമനം പാലിക്കാനും സംഭാഷണം തുടരാനും മന്ത്രാലയം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. സിറിയയിലെ തീരദേശമായ ലതാക്കിയ ഗവർണറേറ്റിൽ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഗുരുതരമായ നാശനഷ്ടങ്ങളും പരുക്കുകളും ഉണ്ടായതിനെ തുടർന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച രാത്രി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. സിറിയൻ ജനതയുടെ സുരക്ഷ, സ്ഥിരത എന്നിവയെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു നീക്കത്തെയും ഈജിപ്ത് നിരസിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. വ്യാഴാഴ്ച ആരംഭിച്ച സൈനിക സംഘർഷത്തിൽ ഇതുവരെ 237 പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വെള്ളിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ലതാക്കിയ, ടാർട്ടസ്, ഹമ ഗവർണറേറ്റുകളിലെ മുൻ ഭരണകൂടത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്കെതിരെ സർക്കാർ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ സൈനിക ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.